ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഇന്ന് വട്ടവട കാണാൻ റെഡി ആയിക്കോളൂ. ഞങ്ങൾ ഇന്നൊരു ഫാമിലി ആയിട്ടൊരു വട്ടവട ട്രിപ്പ് പോവുകയാണ്. നിക്കുൻ്റെ ഫാമിലി കണ്ണൂരിൽ നിന്നും കൊച്ചി വഴി നമ്മളിങ്ങനെ വട്ടവടക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് കയറിയത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്കറിയാം, മുന്നാർ വഴി തന്നെയാണ് പോകുന്നത്. മുന്നാർ ടൗണും പാസ് ചെയ്ത് ഇപ്പോൾ കണ്ട മാട്ടുപ്പെട്ടി ഡാമും പാസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ വട്ടവടയിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയും റോഡും, എന്താ ഒരു ഭംഗി. കാട്ടിക്കുട്ട പോകുന്ന വഴിയിൽ ഇടയ്ക്കിടെ നമ്മൾ ഈ കാട്ടുപോത്തിനെയൊക്കെ കണ്ടു. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. നല്ല മരവും നല്ല തണുപ്പും, ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഈ വട്ടവട ഇവിടെ ഒരു ടീമിനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് അവിടെ ഒരു ചെറിയൊരു റൂം, നല്ല അത്യാവശ്യം മോശമില്ലാതൊരു റൂം, അതായത് ഡ്രസ് ചേഞ്ചിനും ഒക്കെ ആയിട്ട് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ റൂം ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് നടന്നു. പോകുന്ന വഴിയിലൊക്കെ നല്ല ഫുള്ള് മഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങ് പോകേണ്ടത് ജീപ്പിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടി അവിടെ ജീപ്പൊക്കെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ജീപ്പിലുള്ള ഓഫ് റോഡിംഗ് ആണ് കലവിലാക്കാതെ. ഇതാണ് ഒരു വ്യൂ പോയിന്റ്. ഇവിടെ നായാട്ട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം. ഇവിടെ ദൂരെ നിന്ന് നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലവും വെള്ളച്ചാട്ടമൊക്കെ കാണിച്ചു തരും. എന്നിട്ട് യാത്ര തുടരുക. അതിലൂടെ സ്റ്റെപ്പ് ഉണ്ടാവും. ജീപ്പ് സഫാരി അത്യാവശ്യം നല്ല അഡ്വഞ്ചറായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോബെറി ഫാം കാണാൻ വേണ്ടിയിട്ടാണ്. നൈനൂസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്. അത് കണ്ടപ്പോൾ തന്നെ നൈനൂസിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, ചളിയായി ഭയങ്കരമായിട്ട് പുറത്തിറങ്ങിയ വഴുകി പോകുന്നുള്ള അവസ്ഥയായിരുന്നു. ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാ പോകുന്നത്? ചളി കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടു പോകും. സ്ട്രോബെറിന്റെ ചെടിയാണ്. തച്ചെന്ന് പറഞ്ഞാൽ അടിച്ചു. ഒരുപാട് പേര് പോകുന്ന വഴിക്ക് സ്ലിപ്പായി വഴുതി വീഴുകയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നത് കേട്ടു. ഭാഗ്യത്തിന് ഞാനും നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരൊക്കെ സ്ലിപ്പായി വീണില്ല, നിലം തൊട്ടില്ലെന്ന് മാത്രം. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. നമുക്ക് ഇവിടെ വന്ന് നല്ല ഫ്രഷ് സ്ട്രോബെറി വാങ്ങാൻ പറ്റും. ഒരു 1/4 കിലോയുടെ ഒരു പാക്കിന് 150 റുപ്പീസാണ്. അങ്ങനെ ഞങ്ങൾ 2 എണ്ണം വാങ്ങി 150യുടെ. കാരണം നൈനൂസിൻ്റെ എവർ ഫേവറേറ്റ് ഫ്രൂട്ടാണിത്. അതുകൊണ്ടാണ് 2 എണ്ണം വാങ്ങിയത്. നൈനൂസ് എന്തായാലും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അവിടെ നിന്ന് ഇതൊക്കെയാണ് ഈ സംഭവം. അവിടെ നിന്ന് സ്ട്രോബെറിയും വാങ്ങി നമ്മൾ വീണ്ടും പുറപ്പെട്ടു. വണ്ടികൾ ലൈനുകളായി. ഇവിടെ താഴേക്ക് പോയി ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ വാട്ടർഫോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കാരണം ഭയങ്കര ഡേഞ്ചറാണ്. റിസ്ക് എടുത്ത് വേണം പോകാൻ. ഒരാൾ കുട്ടിയെ എടുത്തിട്ടൊക്കെ പോകുന്നുണ്ട്. കുട്ടിയെ എടുത്തിട്ടും പിന്നെ പ്രായമുള്ളവരും ഇവിടെയൊന്നും ഈ ഒരു സമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്തായാലും വീഴും. വളരെ ഭാഗ്യം കൊണ്ട് മാത്രമേ വീഴാതിരിക്കുള്ളൂ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വടിയൊക്കെ കുത്തിയിട്ടൊക്കെ പോകുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വട്ടവട ജീപ്പ് സഫാരിയാണ്. ഞങ്ങൾ തിരിച്ചെത്തി ഗൈസ്. എൻ്റെ ഓള് ഇപ്പോൾ തിരിച്ചെത്തി. ഇവിടെ അത്യാവശ്യം ടോയ്ലറ്റും
ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 രൂപയാണ് വാഷ്റൂം യൂസ് ചെയ്യാനുള്ള ചാർജ്. പിന്നെ അവിടെയും അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയും ഫാമിംഗ് തന്നെയാണ്, സ്ട്രോബെറി തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെടിയൊക്കെ വാങ്ങാം. അത്യാവശ്യം പൂക്കളൊക്കെ വെക്കുന്നുണ്ട്. നേരെ ഞങ്ങൾ എക്കോ പോയിന്റിൽ എത്തി. ഫുഡ് സ്പോട്ട് അവിടെ പിന്നെ ഒട്ടും വേർത്തല്ലാതായിട്ട് തോന്നിയത് ഞങ്ങൾ ഇവിടെ നിന്ന് ചായപ്പൊടി പ്രൊഡക്ഷൻ കാണാൻ വേണ്ടി കയറി ഗൈസ്. ചായപ്പൊടി കമ്പനിയിൽ 150 രൂപയായിരുന്നു ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് ചാർജ്. 150 രൂപക്കൊന്നുമില്ല. ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു സംഭവത്തെ അവിടെ വെച്ച്. അത് ഒട്ടും വേർത്ത് എല്ലാം നമുക്ക് തോന്നി. അപ്പോൾ അതാണ് ഈ ട്രിപ്പിൽ ഒട്ടും വേർത്തല്ലാത്ത സംഭവം. പിന്നെ ആന സഫാരി പോയി. നൈനൂസിന് ആനപ്പുറത്ത് കയറണം എന്ന് ഒരേ നിർബന്ധം. അതുകൊണ്ട് പെർ ഹെഡ് 800 റുപ്പീസാണ് ഇവിടെ ആനക്ക് സഫാരി വരുന്നത്. നൈനൂസിന് ഹാഫ് പൈസ 400 വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ അവസാനം ഒഴിവാക്കി തന്നു. കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. ആടെ പിടിച്ചോ കേട്ടോ ചുണ്ടു. ആന സഫാരി വെറും ഒരു 10 മിനിറ്റാണ് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് 800 റുപ്പീസാണ് ചാർജ് വരുന്നത്. പിന്നെ 4 വയസ്സായി 3 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പകുതി ചാർജും, അതായത് 400 റുപ്പീസ്. പിന്നെ ഇവർ എക്സ്ട്രാ ഫോട്ടോ എടുത്ത് തരുന്നുണ്ട്. ഫോട്ടോ എടുത്ത് തരണമെങ്കിൽ അതിന് 500 രൂപ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ നൈനൂസ് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് പേടിച്ചു എന്ന് പറഞ്ഞു. കരഞ്ഞൊന്നുമില്ല, പക്ഷേ അന്ന് ചെറുതായിട്ട് കയറ്റം കയറി പോകുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും നൈനൂസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആനപ്പുറത്ത് കയറിയപ്പോൾ. ആനയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ. അപ്പോൾ അതും കൂടി കഴിഞ്ഞോടെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്. ഇനി ബസ്സിൽ കയറി ഞങ്ങൾ ആഘോഷത്തിൻ്റെ രാവുകളാണ്. ഇനി എൻജോയ്മെൻറ്റിൻ്റെ സമയമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് കുമ്മി നാദസ്വരം നമുക്കൊരാനന്ദ കല്യാണം.